ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാനും ഒരു ക്വിക്ക് ഓവറിയൊക്കെ പറയാൻ പോകുന്നത് അൺബോക്സിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. ഐക്യൂവിൻ്റെ 30 എന്ന് പറഞ്ഞ് നമ്മുടെ 50,000 റേഞ്ചിൽ 50-55,000 റേഞ്ചിൽ വരുന്നൊരു സ്മാർട്ട് ഫോണിനെ കുറിച്ചാണ്. ഇത് അതിൻ്റെ അവർ റീസെൻ്റ്ലി ലോഞ്ച് ചെയ്ത ഗ്രീൻ കളർ മോഡലാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം IQ 13 ആദ്യം റിലീസ് ചെയ്ത ടൈമിൽ ഇതിന് കുറച്ച് ഇഷ്യൂസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നു. അതായത് എന്താ പറയുക, ഗ്യാപ്പ് ഉണ്ടായിരുന്നു നമ്മുടെ സ്ക്രീനിൻ്റെയും ഇതിൻ്റെ ഇടയിലായിട്ട്. അപ്പോൾ അതിൽ കൂടെ ഒരു ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് ലേറ്റസ്റ്റ് മോഡലാണ്. ഗ്രീൻ കളർ എന്ന് പറഞ്ഞപ്പോൾ റീസെൻ്റ്ലി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എന്ന് വേണമെങ്കിൽ പറയാം ലോഞ്ച് ചെയ്തിട്ടുള്ളൂ. ഒരു മിൻറ്റ് കളർ എന്ന് വേണമെങ്കിൽ പറയാം ഈ സാധനത്തിന്. ഇത് പക്ഷേ മാറ്റ് ഫിനിഷ് അല്ല, അതുകൊണ്ട് തന്നെ ചെറുതായിട്ട് ഇതാണ് കളർ വരുന്നത്. ചെറുതായിട്ട് എന്താ പറയുക, ഫിംഗർ പ്രിൻറ്റും കാണാനൊക്കെ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഓൾറെഡി കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ ഞാനത് ഇന്നലെ ആക്ച്വലി ആമസോണിൽ നിന്ന് വാങ്ങിച്ചാണ്. ഇതിലെ ഫുൾ അൺബോക്സിങ്, അതായത് ഫസ്റ്റ് അൺബോക്സിങ് നിങ്ങൾ ഓൾറെഡി കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ഗുഡ് ആപ്പിൻസ് എന്ന ചാനലിൽ പോയി കാണാൻ നിങ്ങൾക്ക് ഇനീഷ്യൽ ഫസ്റ്റ് അൺബോക്സിങ് എന്തായാലും നമ്മളിതിൽ കാണിക്കുന്നതായിരിക്കും എന്തൊക്കെയുണ്ട് സംഭവങ്ങളൊക്കെ. അപ്പോൾ ഇതാണ് ബോക്സും കാണാനൊക്കെ വരുന്നത്. നോർമൽ നമ്മുടെ BMW പാർട്ണർഷിപ്പ് ഒക്കെ ഉള്ള ബോക്സ് വരുന്നുണ്ട്. പിന്നെ ഈ സൈഡിലായിട്ട് ഏതാ മോഡൽ സംഭവങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. 12 GB 156 GB മോഡലാണത്. 55,000 രൂപയാണ് ഇതിൻ്റെ ബൈയിങ് പ്രൈസ് വരുന്നത് കേട്ടോ. ഗ്രീൻ കളറാണ്, മിൻറ്റ് ഗ്രീൻ എന്നൊക്കെ വേണമെങ്കിൽ തന്നെ പറയാം കേട്ടോ. പിന്നെ ഈ സൈഡിലായിട്ട് ഐക്യൂവിൻ്റെ ബ്രാൻഡിങ് വരുന്നുണ്ട്. ബാക്ക് സൈഡിലായിട്ട് അതിൻ്റെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് എന്താ പറഞ്ഞെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയ്ഡ് ഇൻ ഇന്ത്യ, ഒറിജിനൽ എന്തൊക്കെ സംഭവം എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ നമുക്കിതിൽ ഒരു സൂപ്പർ കമ്പ്യൂട്ടിംഗ് ചിപ്പ് വരുന്നുണ്ട്, Q2 എന്ന് പറഞ്ഞിട്ട്. അതായത് നമ്മുടെ ഗെയിമിംഗ് നിങ്ങൾക്ക് അറിയിക്കില്ല, IQ എന്ന് പറയുന്നത് ഒരു ഗെയിമിംഗ് ബ്രാൻഡാണ്, പെർഫോമൻസ് ഓറിയൻറ്റഡ് ബ്രാൻഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഒരു എക്സ്ട്രാ ചിപ്പാണ്. നിങ്ങൾക്ക് വിവോൻ്റെ X സീരീസ് ഫോണുകൾക്കൊക്കെ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. ഒരു എക്സ്ട്രാ ചിപ്പ് V3 എന്ന് പറഞ്ഞ ചിപ്പ് നമ്മുടെ ഈ X200 പ്രോയിലൊക്കെ ഉണ്ട്. അതായത് അവരുടെ ക്യാമറ പെർഫോമൻസും പ്രോസസ്സിംഗ് ഒക്കെ ഇമ്പ്രൂവ് ആക്കാനുള്ളത്. അതുപോലെ തന്നെ ഒരു സംഭവം തന്നെയാണത്. TUV റെയിൻഫീൽഡ് സർട്ടിഫൈഡ് ആണ് അവരുടെ എന്താ പറയുക ഡിസ്പ്ലേ. നമ്മുടെ കണ്ണിനൊക്കെ നല്ല പ്രൊട്ടക്ഷൻ തരുന്ന കിടിലൻ ഡിസ്പ്ലേ ആണ് വരുന്നത്. 2K ഡിസ്പ്ലേ ആണ് വരുന്നത്. അതിന് ഒരു സെപ്പറേറ്റ് അവർക്കൊരു എന്താ പറയുക, അവർക്കൊരു പേരുണ്ട്. അത് അതിൽ പോയിന്നുണ്ട്. പിന്നെന്താ ഇതിൻ്റെ MRP ഡീറ്റെയിൽസ് ഒക്കെ 62,000 രൂപയാണ് ഇതിൽ MRP വരുന്നത് കേട്ടോ. പക്ഷേ 55,000 രൂപയാണ് ബൈയിങ് പ്രൈസും സെല്ലിംഗ് പ്രൈസൊക്കെ വരുന്നത്. കാർഡ് ഡിസ്കൗണ്ട് വലിയ കാര്യമായിട്ടുള്ള കാർഡ് ഡിസ്കൗണ്ട് ഒന്നും ഇല്ല. HDFC കാർഡ് ഉണ്ടെങ്കിൽ EMI മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 2,000 രൂപ ഡിസ്കൗണ്ട് വരുന്നുണ്ട്. പിന്നെ ആമസോൺ പേ കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 2,000-2,500 രൂപ ആമസോൺ പേ ബാലൻസ് ആയിട്ട് കിട്ടും. അതല്ലാണ്ട് സെപ്പറേറ്റ് വേറെ ക്യാഷ് ബാക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിലത്തെ എല്ലാ സംഭവങ്ങളും നമ്മൾ ഇപ്പോൾ എടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഒരു എന്താ പറയുക, ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന, അതും PD ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ചാർജറാണ് നമുക്ക് ബോക്സിൽ കിട്ടുന്നത്. അത് എടുത്തു പറയേണ്ട ഒരു ഹൈലൈറ്റ് തന്നെയാണ് കേട്ടോ. നമുക്ക് നമ്മുടെ ബാക്കിയുള്ള PD ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന ഡിവൈസുകളും ലാപ്ടോപ്പും എല്ലാം നമുക്കത് ഉപയോഗിക്കാം. ഞാൻ അൺബോക്സിങ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ബ്ലാക്ക് ബോക്സ് നോർമൽ സംഭവം തന്നെ ആദ്യം ഇറങ്ങിയ അതേ ബോക്സ് ഒക്കെ തന്നെയാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഫോൺ ഉണ്ടായിരുന്ന സംഭവമുണ്ട്. പിന്നെ ബുക്ക്ലെറ്റ്സുകളുണ്ട്. പിന്നെ EMI സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ BMWയുടെ ഒരു എന്താ പറയുക പ്ലസ് ഇഞ്ചക്ടർ ടൂളുമായിട്ട് ഒരു കാർഡ് വരുന്നുണ്ട്. വെൽക്കം കിറ്റ് പോലത്തെ ഒരു കാർഡാണ്. പിന്നെ നമുക്ക് ചാർജറും നമുക്ക് കേസും ഉണ്ട്. കേസ് ഞാൻ കാണിച്ചു തരാം. ചാർജറും കേബിളും വരുന്നുണ്ട്. Type-C to Type-C കേബിളാണ് കേട്ടോ. ആക്ച്വലി എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മുടെ വിവോവും ഓപ്പോവും ഒക്കെ ഇതേപോലത്തെ ചാർജർ ആക്കണം. അവർ ഈ Type-A to Type-C OnePlus ഉണ്ട്, അവരും മാറ്റണം കേട്ടോ. സത്യം പറയുകയാണെങ്കിൽ കേസ് എന്ന് പറയുന്നത് ഒരു നോർമൽ ഒരു ട്രാൻസ്പാരൻറ്റ് കേസാണ് വരുന്നത്. ഞാനത് തൽക്കാലത്തേക്ക് ഇപ്പോൾ ഇട്ടിട്ടില്ല. ഇങ്ങനത്തെ ഒരു നോർമൽ കേസ് തന്നെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഫോൺ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ഫോൺ വരുന്നത് കണ്ടു. കിരിലൻ സാധനം ഞാൻ ജസ്റ്റ് ഒന്ന് അടുത്തേക്ക് വരാം. ഡിസ്പ്ലേ കാണുന്നുണ്ട്. ഡിസ്പ്ലേ ഒക്കെ ഒരു രക്ഷയില്ലാത്ത ഡിസ്പ്ലേ ഉണ്ട്. 6000 mAh ബാറ്ററി ഉണ്ട്. പക്ഷേ ഈ സാധനം പിടിക്കുമ്പോൾ ഒരു 160 ഗ്രാമിൻ്റെ വെയിറ്റ് തോന്നുള്ളൂ. സത്യം പറയാമല്ലോ. നമ്മുടെ ഇതിൻ്റെ OnePlus 13S ആണ്. ഇതിൻ്റെ വെയിറ്റ് തന്നെ ഈ സാധനം തോന്നുള്ളൂ കേട്ടോ. പറയുമ്പോൾ ഇത് 6.8 എന്താ പറയുക ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. അതും 2K ഡിസ്പ്ലേ ആണ് വരുന്നത്. AMOLED ആണ്. 120 Hz കിടിലൻ ഡിസ്പ്ലേ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഞാനിതിപ്പോൾ അതിൽ എന്താ പറയുക ഐ മോഡ് ഇട്ടൊക്കെയാണ്. അതായത് നമ്മുടെ ഐ പ്രൊട്ടക്ഷൻ മോഡ് ഉണ്ടല്ലോ, അത് തൽക്കാലത്തേക്ക് ഇട്ടേക്കാം. അപ്പോൾ അത് കാരണം ചെറിയൊരു യെല്ലോയിഷ് ഫീൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യും. ഡിസ്പ്ലേ ഉണ്ട്, ഫുൾ ടോപ്പ് നോച്ച് ഡിസ്പ്ലേ ആണ്. അത് എടുത്ത് പറയേണ്ട സംഭവം. ഫ്ലാറ്റാണ് കേട്ടോ. എടുത്ത് പറയേണ്ട ഒരു സംഭവം തന്നെയാണ്. കിടിലൻ ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ കിടിലൻ ഡിസ്പ്ലേ. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒരു കുറച്ച് മണിക്കൂറുകളായിട്ടുള്ള സാധനം ഉപയോഗിച്ച് തുടങ്ങിയിട്ട് ഇപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ എത്രയും പ്രതീക്ഷിച്ചില്ല സത്യം പറയുകയാണെങ്കിൽ. ബ്ലോട്ട് വൈസും കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ 2-3 ഗെയിംസും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗെയിംസൊക്കെ കിടിലനായിട്ട് കളിക്കാം. ഒരു രക്ഷയില്ല. ഹീറ്റിംഗ് ഒന്നും നമ്മൾ ഫേസ് ചെയ്തിട്ടില്ല കേട്ടോ. ഞാനൊരു 10-15 മിനിറ്റ് കളിച്ചു. ഒരു കാർ റേസിങ്, CarX Street എന്ന് പറഞ്ഞൊരു സംഭവമൊക്കെയാണ്. അതൊക്കെ നമ്മൾ കളിച്ചിട്ടുണ്ടായിരുന്നു. കിടിലൻ സാധനം, ഒരു രക്ഷയില്ല. ബൂസ്റ്റിങ്ങും നിങ്ങൾക്കറിയാം. സ്നാപ്ഡ്രാഗൺ 888 പ്രൊസറാണ് വരുന്നത്. നമ്മൾ സ്പെക്സ് ഒന്നും എടുത്ത് പറയുന്നില്ല, നിങ്ങൾക്ക് അറിയില്ല, എന്നാൽ അറിയാവുന്നതായിരിക്കും.
പിന്നെ നമുക്ക് ഇതിൻ്റെ ബാക്കിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ വരും. നമുക്ക് നോട്ടിഫിക്കേഷൻ വരുമ്പോഴോ കോൾസ് വരുമ്പോഴോ അല്ലെങ്കിൽ ഫുൾ ടൈം ഓണാക്കി വയ്ക്കാനുള്ള കുറേ മോഡുകളുണ്ട്. പിന്നെന്താ പിന്നെ പറയാനുള്ളത് ബാറ്ററി ബാക്കപ്പാണ്. അത് 2 ദിവസം അല്ല 1 ദിവസം ആവണുള്ളൂ, 24 മണിക്കൂർ ആവണുള്ളൂ. പിന്നെ സെറ്റിങ്സ് അതാണ്. നമുക്ക് വന്ന ഉടനെ തന്നെ ഒരു എന്താ പറയുക ഒരു അപ്ഡേറ്റ്സ് ഉണ്ടായിരുന്നു, ലേറ്റസ്റ്റ് അപ്ഡേറ്റ്. നമുക്ക് ഇതൊക്കെ അറിയാം. ഇത് ഫൺ ടച്ച് വോയിസിലാണ് വരുന്നത്. നമ്മുടെ വിവോൻ്റെ എക്സ് സീരീസിൻ്റെ ഫോണിൽ വരുന്ന അതേ സെയിം എക്സ്പീരിയൻസ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വന്നേക്കുന്നത് ജൂൺ അപ്ഡേറ്റ് ആണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് അറിയാം ഫൺ ടച്ച് വോയിസുകാർ അല്ലെങ്കിൽ വിവോ ആക്യുകാരൊക്കെ കറക്റ്റായിട്ട് എല്ലാ മാസം അപ്ഡേറ്റ് തരുന്ന ആൾക്കാരാണ്. അപ്പോൾ എടുത്ത് പറയേണ്ട സംഭവമാണ്. പിന്നെ സ്പെഷ്യലായിട്ട് നോക്കി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് സിമിലറാണ് നമ്മുടെ വിവോൻ്റെ OS സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആയിട്ട്. ബാക്കിയൊക്കെ സെയിം തന്നെയാണ്. പിന്നെ ബാറ്ററി പെർഫോമൻസ് ആയാലും ഇതിൽ ഒരു എക്സ്ട്രാ ആയിട്ട് നമുക്ക് ബാറ്ററിയുടെ മോഡുകൾ വരുന്നുണ്ട്. മോൺസ്റ്റർ മോഡ് എന്ന് സാധനം ഉണ്ടാകും, നമ്മുടെ ഗെയിം മോഡാണ്. നിങ്ങൾ ഗെയിമൊക്കെ കളിക്കുന്നുണ്ടെങ്കിൽ ആ സാധനം വേണമെങ്കിൽ ഓൺ ചെയ്യാട്ടോ. അതല്ലാണ്ട് തന്നെ ഞാൻ കളിച്ച് നോക്കിയിരുന്നു, ഒരു പ്രോബ്ലം സംഭവമൊന്നുമില്ല. ബാറ്ററിയുടെയൊക്കെ ഭയങ്കര കുറവാണ്. അപ്പോൾ ഇന്നലെ ഞാൻ ഫുൾ ചാർജ് ചെയ്താണ്. ഇന്നലെ ഓൾമോസ്റ്റ് ഒരു 6 മണിക്ക് ഫുൾ ചാർജ് ചെയ്താണ്. ഇപ്പോൾ 65% ബാലൻസ് ബാക്കിയാണ്. ഞാൻ പറഞ്ഞല്ലോ ഗെയിമും കളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. ഇത് ഇനീഷ്യലാണ്. എന്താ വെച്ചാൽ ഒരാഴ്ച വേണം നമുക്കൊരു പുതിയ ഫോണിന് അത് അതിൻ്റെ ബാറ്ററിയൊക്കെ ഒപ്റ്റിമൈസ് ആയിട്ട് വരാൻ. അപ്പോൾ ഇനിയും പെർഫോമൻസ് കൂടുകയുള്ളൂ. അപ്പോൾ നല്ല ബാറ്ററി ബാക്കപ്പ് തരുന്നൊരു സംഭവം തന്നെയാണ്. അതുപോലെ തന്നെ നിങ്ങളൊരു വലിയ ഫോണാണ് നോക്കുന്നതെങ്കിൽ 69,000 റേഞ്ചിൽ വലിയൊരു ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ ഈ സാധനം കണ്ടുപിടിച്ചെടുക്കാം കേട്ടോ. ഞാൻ ഫോട്ടോ സാമ്പിൾസ് ഒക്കെ കാണിച്ചു തരാം. 50 മെഗാ പിക്സലിൻ്റെ 3 സെൻസറാണ് വരുന്നത്. ഫ്രണ്ടിൽ 32 മെഗാ പിക്സലിൻ്റെ സെൻസറും. ഫോട്ടോസ് ഇനീഷ്യൽ സംഭവമൊക്കെ ഞാൻ സ്ക്രീനിൽ തന്നെ കാണിച്ചു തരാം. നല്ല ഫോട്ടോസ് തന്നെയാണ് എടുക്കുന്നത്. പക്ഷേ ഞാൻ ഓൾറെഡി എടുത്ത് പറഞ്ഞോട്ടെ, ഇതൊരു ക്യാമറ സെൻട്രിക് ഫോണല്ല. IQ എന്ന് പറയുന്നത് ഒരു ഗെയിമിംഗ് സെൻട്രിക് അല്ലെങ്കിൽ ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ഫോണാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ പുഷ് ചെയ്യുമ്പോൾ ക്യാമറയ്ക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല നമ്മുടെ വിവോൻ്റെ പോലെ. അപ്പോൾ അത് മനസ്സിൽ വെച്ചിട്ട് മാത്രം IQ 13 എടുക്കാൻ മറക്കരുത്. അല്ലാത്ത പക്ഷം വൺ ഓഫ് ദി ബെസ്റ്റ് ഫോൺ എന്ന് വേണമെങ്കിൽ പറയാം IQനെ. എന്താ വെച്ചാൽ ഇപ്പോൾ കോമ്പാക്ട് ഫോൺ ഇഷ്ടമുള്ളവർക്ക് പിന്നെ നിങ്ങൾക്ക് OnePlus 13s അതുപോലെ തന്നെ നമ്മുടെ ഈ സാധനമുണ്ട്. എന്താണ് ഇതിപ്പോൾ ഫോൺ തന്നെ വൈഫോൺ ഉണ്ടായിരിക്കുക. അപ്പോൾ അതുപോലെ ഫോണിൽ കാണിച്ചു തരാത്ത നമ്മുടെ X200 FE ഉണ്ടല്ലോ, ഇതുമുണ്ട്. ക്യാമറ സെൻട്രിക് ആയിട്ട് നിങ്ങൾ നോക്കുന്നതാണെങ്കിൽ. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഈ സാധനം കണ്ണും പൂട്ടിയെടുക്കാട്ടോ, ഒരു പ്രശ്നങ്ങളും ഇല്ല. എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഡിസ്പ്ലേ ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മുടെ S23 ഡിസ്പ്ലേയുടെ അത്ര വരും കണ്ടു, സൈസൊക്കെ നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ ആണ്. എടുത്ത് പറയേണ്ട സംഭവമാണ്. രാത്രി ഞാൻ ഇതുപോലെ തന്നെ കിടക്കാനായിട്ട് മുമ്പ് ഫോൺ ജസ്റ്റ് നോക്കിയിരുന്നു. ഇനീഷ്യൽ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പോൾ നോർമലി ബാക്കിയുള്ള ഫോണുകളൊക്കെ നമ്മൾ ഈ കിടക്കുന്ന സമയത്ത് ഇരുട്ടത്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിന് ഭയങ്കരമായിട്ട് സ്ട്രെയിൻ വരും. അത് യൂസ് ചെയ്യാൻ പാടില്ല, ഞാൻ എടുത്ത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഇത് പക്ഷേ യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു ഡിഫറൻസ് വരുന്നുണ്ട്. അതിന് ബാക്കിയുള്ള ഫോണുകളുടെ അത്ര ഒരു ഇറിറ്റേഷൻസ് നമ്മുടെ അതിന് വരുന്നില്ല. അത് എടുത്ത് പറയേണ്ട സംഭവമാണ്. നല്ല പോലെ ഐ പ്രൊട്ടക്ഷൻ മോഡുകൾ കുറേ സംഭവത്തിൽ കൊടുത്തിട്ടുണ്ട്. കോട്ടിങ് ആയിക്കോട്ടെ, ഐ പ്രൊട്ടക്ഷൻ മോഡ് പിന്നെ ബാക്കിയുള്ളതുണ്ട്. പക്ഷെ അതല്ലാണ്ട് തന്നെ ഇതുമായി ലെയേഴ്സ് കുറേ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിന് സർട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ കിട്ടിക്കുന്നത് കേട്ടോ. പിന്നെ ബാറ്ററി ബാക്കപ്പിൻ്റെ കാര്യം എടുത്ത് പറയാറായിട്ടില്ല. അപ്പോൾ അത് ഞാൻ പറഞ്ഞല്ലോ കണ്ടോ, ലോക്ക് സ്ക്രീൻ മോഡും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് വരുന്നത് അൾട്രാസോണിക് ആണ്. സൈഡിലായി കൊണ്ടാണ് കേട്ടോ, കണ്ടോ ഫാസ്റ്റാണ്. എന്ന് ചെയ്ത റേഞ്ചിൽ വരുന്ന ബാക്കിയുള്ള നമ്മുടെ വിവോൻ്റെ X100 FEയിലും അതുപോലെ തന്നെ നമ്മുടെ ഈ OnePlus 13s അൾട്രാസോണിക് അല്ല, ഫാസ്റ്റ് എന്ന് പറഞ്ഞ് ഒടുക്കത്തെ ഫാസ്റ്റാണ് കേട്ടോ. നല്ല ഫാസ്റ്റാണ്. അൾട്രാസോണിക് എന്ന് പറയുമ്പോൾ ഒരു ലേറ്റസ്റ്റ് അതിൻ്റെ ഒരു ടെക്നോളജിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടിയും എന്താ പറയുക ഒരു ഇത് കിട്ടും, എന്താ പറയുക സെക്യൂരിറ്റിയും കൂടുതലുണ്ട്. അപ്പോൾ ഇങ്ങനെ വന്നപ്പോഴാണ് കുറച്ചുകൂടി ക്ലിയർ ആയതല്ലേ. ഞാൻ ജസ്റ്റ് അതിൻ്റെ അടിവരിക്കായിരുന്നു, ഞാൻ മറന്നു ചെയ്യാൻ. അപ്പോൾ തീംസും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. ശരിക്കും സത്യം പറയാമല്ലോ, നല്ലൊരു ഫോൺ തന്നെയാണ് കേട്ടോ. മോശമൊന്നുമല്ല. IQ 13 പറയുമ്പോൾ ഇറങ്ങിയിട്ട് കുറച്ച് കാലങ്ങളായിട്ടുള്ളൂ. പക്ഷേ എനിക്ക് തോന്നുന്നത് ഒരു അണ്ടർ റേറ്റഡ് ഫോൺ എന്നൊക്കെ പറയാം ഈ സാധനത്തിന്. അധികം അങ്ങനെ ഹിറ്റായിട്ടില്ല, പക്ഷേ നല്ല ഫോണാണ് കേട്ടോ. നിങ്ങൾക്ക് പിന്നെ IQൻ്റെ ബ്രാൻഡിനെ കുറിച്ച് അറിയായിരിക്കും. വിവോയുടെ സബ് ബ്രാൻഡാണ്. അതുകൊണ്ട് തന്നെ സർവീസ് സെൻ്ററൊക്കെ സെയിം തന്നെയാണ്. വിവോൻ്റെ സർവീസിനെ കുറിച്ചൊക്കെ നമ്മൾ ഓൾറെഡി കേട്ടിട്ടുണ്ട്, ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഓൾറെഡി. കാണാത്തവർ പോയി കണ്ടു നോക്കുക. നല്ല സർവീസ്, വൺ ഓഫ് ദി ബെസ്റ്റ് സർവീസ് എന്ന് വേണമെങ്കിൽ പറയാം. വെറുതെ അല്ല വിവോ ഇപ്പോൾ ഒരു നമ്പർ 1 സെല്ലിംഗ് ബ്രാൻഡ് ആയിരിക്കുന്നത് ഇന്ത്യയിൽ. അപ്പോൾ നല്ല സർവീസും നല്ല സ്പെക്സും നല്ല പ്രൈസിനൊക്കെ കൊടുക്കുന്നത് കൊണ്ട് തന്നെയാണ്. നമ്മുടെ സാംസങ്ങിൻ്റെ പോലെ ഗ്രീൻ ലൈൻ ഇഷ്യൂ വാങ്ങി അടിച്ചു കൊടുത്തിട്ട് അങ്ങോട്ട് പോയിട്ട് അതും ഫ്രീ ആയിട്ട് അവരുടെ ബാഗ് അടിച്ചു കൊടുത്തിട്ട് അങ്ങോട്ട് പോയി ചെല്ലുമ്പോൾ 10,000 രൂപയും 15,000 രൂപയും ചോദിക്കുന്ന പരിപാടിയല്ല. സാംസങ് ആയിക്കോട്ടെ, ആപ്പിൾ ആയിക്കോട്ടെ, ഐഫോൺ ഇതായിക്കോട്ടെ കേട്ടോ. എന്താ വെച്ചാൽ നമുക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, നമുക്ക് പ്രൊഡക്റ്റ് മാത്രം നന്നായ പോലെ അതിൻ്റെ സർവീസും നന്നാവണം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സ്പെസിഫിക്കലി എടുത്ത് പറയുന്നത്. ഞാൻ പറയുമ്പോൾ സാംസങ് യൂസറായിരുന്നു മെയിനായിട്ടുള്ള എൻ്റെ പ്രൈമറി ഫോണായിരുന്നു. പക്ഷേ ഞാനിപ്പോൾ ഇതൊക്കെ മാറ്റി. അപ്പോൾ എക്സ്പീരിയൻസ് ആകെ പറയുമ്പോൾ എനിക്ക് അതിന് എക്സ്റ്റൻഡ് വാറണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് ഇതുവരെ ഇഷ്യൂസും ബേസ് ചെയ്തിട്ടില്ല. എൻ്റെ നോർമൽ S23ക്കും ഇഷ്യൂസൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ നോർമൽ S23 മാറ്റിയിട്ടാണ്
നമ്മുടെ X2 FE എടുത്തത്. അപ്പോൾ ഇപ്പോൾ ഇഷ്ടമുള്ള ആൾക്കാർ ഇതുപോലെ അവരുടെ സാംസങ് ഫോൺ എക്സ്ചേഞ്ച് ചെയ്ത് വാങ്ങിക്കുന്നുണ്ട് പേടിച്ചിട്ട്. അപ്ഡേറ്റ് കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർക്ക് പേടിയാണ്. അപ്പോൾ അതാണ് ഒരു സംഭവം. അപ്പോൾ അവരാകെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ആകെ പോയി സാംസങ്ങിൻ്റെ. അവരുടെ പേരിലുണ്ടാകുന്ന ട്രസ്റ്റ് പോയി ആൾക്കാർക്ക്. ഇനിയിപ്പോൾ ആരെങ്കിലും വാങ്ങിക്കുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഓൾറെഡി അവന്മാർ നഷ്ടത്തിലാണ് സാംസങ്. ഇങ്ങനെ പോവുകയാണെങ്കിൽ അത് കടയിൽ സ്റ്റോക്ക് തിരിച്ചയക്കേണ്ടി വരും. അമ്മമാരെ ഉടായ്പ പരിപാടി അവന്മാർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ ചെയ്യുന്നറിയില്ല, ഒരു രക്ഷയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ സാധനം കണ്ണും പൊട്ടി വാങ്ങിക്കാട്ടെ. ഞാൻ ഇപ്പോഴും നമുക്കിത് ആക്ച്വലി നോക്കുകയാണെങ്കിൽ നമുക്കിത് നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ഇത് ഒഫീഷ്യൽ സെല്ലർ ത്രൂ വാങ്ങിക്കുക. ഐക്യുവിൻ്റെ ഒഫീഷ്യൽ സെല്ലർ സാംസങ് അല്ല ആമസോൺ ആണ് കേട്ടോ. ഒരു മിനിറ്റ്. അപ്പോൾ അത് നോക്കിയിട്ട് മാത്രം വാങ്ങിക്കാൻ മറക്കണ്ട. ഓഫ്ലൈൻ സ്റ്റോറിൽ കിട്ടാൻ ഭയങ്കര പാടാണ് സാധനം. എനിക്ക് തോന്നുന്നു ഐക്യുവിൻ്റെ സ്റ്റോർ ചില സ്ഥലത്തുണ്ട്, അവിടെ മാത്രമേ കിട്ടുള്ളൂ കേട്ടോ. പിന്നെ അല്ലെങ്കിൽ ഐക്യുവിൻ്റെ ഒഫീഷ്യൽ സൈഡിൽ കൂടെ വാങ്ങിക്കണം. അതിനോട്ട് ബെറ്റർ ആമസോണാണ്. അപ്പോൾ എനിക്കൊക്കെ 1 day ഡെലിവറി ആയിരുന്നു, ഇന്നലെ ചെയ്തു, ഇന്ന് കിട്ടി. ഞാൻ എന്തായാലും ഇന്നെ ബെസ്റ്റ് ബൈ ലിങ്ക് കൊടുക്കാം കേട്ടോ. നിങ്ങളൊരു ലോങ് ടേം യൂസിനൊക്കെയാണ് നിങ്ങൾ വാങ്ങിക്കുന്നതെങ്കിൽ നിങ്ങൾ 512 GB വാങ്ങിക്കാം, കുഴപ്പമില്ല. പിന്നെ ഫ്രെയിം, ഇതിൻ്റെ കാര്യം മെയിനായിട്ട് എടുത്ത് പറയേണ്ട ഫ്രെയിമൊക്കെ മെറ്റൽ ഫ്രെയിമാണ് കേട്ടോ. പിന്നെ എന്താ നമ്മളൊന്നും മിസ് ചെയ്തിട്ടില്ലല്ലോ. ബിൽഡ് ക്വാളിറ്റിക്ക് ഇടലാണ്, എടുത്ത് പറയേണ്ട ആവശ്യമില്ല. നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. പറയുമ്പോൾ സാധനം ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. നമ്മളിത് പിടിച്ച് നോക്കുമ്പോൾ വെയിറ്റ് ഒക്കെ നോക്കുമ്പോൾ അറിയാം, നമ്മൾ വിചാരിക്കും ഇത് പ്ലാസ്റ്റിക് ബിൽഡാണ്. പക്ഷേ സാധനം മെറ്റൽ ബിൽഡും ഗ്ലാസ് ഒക്കെയാണ് രണ്ട് സൈഡിലും. നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട്, നല്ല എന്താ പറയുക വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ട്. നല്ല സാധനം കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എൻ്റെ ക്വാളിറ്റി ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മൾ ഈ സാധനമൊക്കെ പിടിച്ചിട്ടുണ്ടല്ലോ, പറയുമ്പോൾ നമ്മുടെ സാംസങ് സെയിം സൈസാണ്. ഇത് പിടിച്ചിട്ട് ഈ സാധനം പിടിക്കുമ്പോൾ എന്തോ ഇഷ്ടികട്ട് പിടിക്കുന്ന പോലെ ഉണ്ട്. അത്രയും വെയിറ്റ് ഡിഫറൻസ് വരുന്നുണ്ട്. അതാണ് ഞാൻ പറയാൻ കാരണം കേട്ടോ. അപ്പോൾ ക്യാമറ ബമ്പൊന്നും അത്രക്കില്ല കേട്ടോ, ചെറുതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇത് ഇനീഷ്യൽ ഓവർവ്യൂ നോക്കിയാൽ മതി, റിവ്യൂ നമ്മൾ സെപ്പറേറ്റ് വേറെ ചെയ്യാം. എന്തായാലും ഞാനൊരു 1 week ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതും സെൽ ഔട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺ. അപ്പോൾ നമ്മളിതുപോലെ സെല് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഷോർട്സും ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഇടാറുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനൽസ് മാത്രം പോയി കണ്ടു, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാൻ മനസ്സിലേക്ക് നമ്മളിക്കൊന്ന് ഷെയർ ചെയ്യാം. എന്തെങ്കിലും സംശയങ്ങളിലേക്ക് എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റ് റിപ്ലൈ കൊടുക്കുന്നതാണ്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്. പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട. നിങ്ങൾക്ക് അവിടെ വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ. എല്ലാം പറഞ്ഞില്ലേ, അടുത്തില്ലാണോ? ബൈ.